4 നാവികർക്കായിട്ടുള്ള തിരച്ചിൽ ഇന്ത്യൻ നേവിയുടെ പ്രത്യേക കമാൻഡോ ഫോഴ്സ് ആരംഭിക്കും. അതിനിടയിൽ ഈ വാൻ ഹായ് 503 എന്ന് കരുതപ്പെടുന്ന വീപ്പകൾ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ അടിയുകയാണ്. കൊച്ചി ചെല്ലാനം മാലാകപ്പടിയിൽ നിന്നാണ് സഹിൻ ആന്റണി ആ വീപ്പയുടെ ദൃശ്യങ്ങൾ നമ്മളെ കാണിച്ചു തന്നത്. വയനാട് സുൽത്താൻ ബത്തേരി നെന്മേനി നമ്പ്യാർകുന്നിൽ വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തി. നമ്പ്യാർകുന്ന് മേലേത്തേതിൽ എലിസബത്തിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഞരമ്പ് മുറിച്ച നിലയിൽ കണ്ടെത്തിയ ഭർത്താവ് തോമസ് വർഗീസിനെ അത്യാസന്ന നിലയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ആഷിഖ് റഹ്മാൻ നമുക്കൊപ്പം ചേരുകയാണ്. ആഷിഖ്, എപ്പോഴാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്? തോമസ് വർഗീസിന്റെ ആരോഗ്യനില എങ്ങനെയാണ്? ഇത്തരത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് പരിശോധന നടത്തിയപ്പോഴാണ് ഈ എലിസബത്തിന്റെ മരണം ഡോക്ടർ സ്ഥിരീകരിക്കുകയും ഈ തോമസ് വർഗീസിന് അല്പം ജീവനുണ്ടെന്ന് കണ്ട് നേരെ സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്കും കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. ഈ തോമസ് വർഗീസ് കൈഞ്ഞരമ്പ് മുറിച്ച നിലയിലാണ് അദ്ദേഹത്തെ കണ്ടെത്തിയത്. എലിസബത്ത് ആവട്ടെ വീടിന്റെ ഉള്ളിലുള്ള സോഫ സെറ്റിൽ ഇത്തരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ദുരൂഹത നിലവിലുണ്ട്. എന്താണ് സംഭവിച്ചെന്നൊരു കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇവർ രണ്ടുപേരുമാണ് ഇവിടെ താമസിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. തുടർന്ന് മറ്റാരും ഈ വീട്ടിലില്ല. അതിനാൽ തന്നെ എന്താണ് മരണത്തിലെ ദുരൂഹത എന്നുള്ള കാര്യം ഇന്നലെ നൂൽപ്പുഴ പോലീസ് അവിടെ എത്തിയ നടപടികൾ സ്വീകരിച്ച് അന്വേഷണം നടത്തി വരികയാണ്. രണ്ടുപേരും ഇത്തരത്തിൽ ഇപ്പോൾ ഈ തോമസ് വർഗീസും ഇത്തരത്തിൽ മരിച്ചതായി ചെറിയൊരു വിവരമുണ്ട്. അത് അല്പസമയത്തിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും ചെന്ന് ആത്മഹത്യ ചെയ്തതാണോ അതോ ഇത്തരത്തിൽ ഒരാളെ കൊലപ്പെടുത്തിയ ശേഷം മറ്റേ ആത്മഹത്യക്ക് ശ്രമിച്ചതാണോ എന്നൊരു കാര്യം സ്ഥിരീകരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനുള്ളിൽ നൂൽപ്പുഴ പോലീസ് കൂടുതൽ പരിശോധന നടത്തി ഇതിൽ വ്യക്തത വരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഒരു ദുരൂഹത നിലവിൽ വിഷയത്തിൽ നിലവിലുണ്ട്. ദിനേശ്, ഓക്കെ, ശരി, വ്യക്തമാണ്. ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. വയനാട് സുൽത്താൻ ബത്തേരി നെന്മേനി നമ്പ്യാർകുന്നിലാണ് വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് അത്യാസന്ന നിലയിൽ ചികിത്സയിലാണ്.